എല്ലാവർക്കും സ്വാഗതം സിമ്പിൾ പാചകത്തിലേക്ക്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസിയായി മിൽക്ക് മെയ്ഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം വലിയ വില കൊടുക്കേണ്ടി വരും. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിനായി ഞാൻ 100 ഗ്രാം പാൽപ്പൊടി, ഇത് എവരിഡേയുടെ പാൽപ്പൊടിയാണ്, 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 50 ഗ്രാം പഞ്ചസാര, ഇത് പഞ്ചസാര പൊടി 50 ഗ്രാമാണിത്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, കൂടുതലാകരുത് കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ. അതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ കാണും നെയ്യ്, അതും കൂടെ ചേർത്ത് മിക്സ് ആക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളം, ഒത്തിരി തിളച്ച വെള്ളവുമാകരുത്, തണുത്ത വെള്ളവുമാകരുത്, ഇളം ചൂടുവെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. ഈസിയായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാം കൂടി ഒരു 5 മിനിറ്റ് മതി. നെയ്ക്ക് പകരം ബട്ടർ വേണേലും ഇടാം. നമ്മൾ കോൺഫ്ലവർ ഇടുന്നത് ഇച്ചിരി ഒരു കട്ടി വരാൻ വേണ്ടിയാണ്. കോൺഫ്ലവർ ഇടാതെ ഉണ്ടാക്കാം. നെയ്യും പഞ്ചസാരയും ഈ പാൽപ്പൊടിയും തന്നെ വെച്ചും ഉണ്ടാക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാൽപ്പൊടിയും പഞ്ചസാരയും എല്ലാം നമ്മൾ കലക്കി മിൽക്ക് മെയ്ഡ് ഈ രീതിയിൽ, വെള്ളം കൂടിയാലും നിങ്ങൾ പേടിക്കേണ്ട, അത് നമ്മളൊന്ന് ചൂടാക്കും. നമുക്ക് ഇത് ചൂടാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ കൂട്ടിനകത്തോട്ട് ഒഴിക്കാം. ഏറ്റവും സ്ലോയിലിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കൈ എടുക്കാവുന്ന, നമുക്ക് തിളച്ച് വരുന്നൊന്നും കാണത്തില്ല. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കി എടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡാണിത്. ആദ്യം നിങ്ങൾ മണ്ടയ്ക്ക് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതായിട്ടുള്ള നെയ്യടയാണത്. നമ്മൾ അടുപ്പിലോട്ട് വെക്കുമ്പോൾ നെയ്യ് അങ്ങ് മെൽറ്റാകും. അങ്ങനെ നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് തിളയ്ക്കുന്ന കാണത്തില്ല, അടിക്ക് പിടിക്കാതെ നോക്കണം, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഗ്യാസ് ഓഫ് ആയിരിക്കുമ്പോൾ ഇനി കുറുകും. നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ്, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നമ്മൾ നെയ്യൊക്കെ ഒരു സ്പൂൺ നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഗ്യാസ് ഓഫാക്കി. നല്ല സൂപ്പറായിട്ടുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക്
ഇതിലും കുറച്ച് വെച്ച് സാധനം വെച്ചാണെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് മധുരമൊക്കെ പാകത്തിന് ചേർത്താൽ മതി. കോൺഫ്ലവർ കൂടി പുകലിടുമ്പോൾ അതിടുമ്പോൾ ഒത്തിരി കട്ടിയായിപ്പോവും. ഞാൻ തണുക്കാനായിട്ടൊന്ന് വെക്കും. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നല്ല എയർടൈറ്റായിട്ടുള്ളൊരു ഡബ്ബയിൽ അടച്ച്, ഗ്ലാസ് ജാർ വേണം അടച്ച് വെക്കാൻ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ മിൽക്ക് മെയ്ഡ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രീസറിലോട്ട് വെക്കുമ്പോൾ നല്ല തിക്കാകും. ഒത്തിരി തിളപ്പിക്കണ്ടേ. തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ചിലക്കൊണ്ടിരിക്കുക, ആയതുകൊണ്ട് തിളയ്ക്കുന്നത് കാണാൻ പറ്റത്തില്ല നമുക്ക്. ഗ്യാസ് ഓഫാക്കി ഇനി ഇത് തണുക്കാനായിട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ സിമ്പിൾ പാചകത്തിലെ നല്ല മിൽക്ക് മെയ്ഡ് റെഡിയായി. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.